നിങ്ങളുടെ ഒരേ ഒരു ബാങ്ക് അക്കൗണ്ട്, ആ അക്കൗണ്ടിൽ ഒരേ സമയത്ത് നിങ്ങളുടെ 2 മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുമോ? അതേപോലെ ലിങ്ക് ചെയ്തിട്ട് ആ 2 മൊബൈൽ നമ്പറിൽ നിന്നും UPI ട്രാൻസാക്ഷൻ ആ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അത് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ എൻ്റെ ഫോൺ പേ ആപ്ലിക്കേഷനിലേക്ക് പോകും. ഇവിടെ നോക്കുക, ഈ മൊബൈൽ നമ്പർ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതിൻ്റെ ലാസ്റ്റിൽ 737 ആണ്. ഈ നമ്പർ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ലോഗിൻ ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഇതിന് ഞാൻ ഓൾറെഡി 4 ഡിജിറ്റ് പിൻ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ നമ്പറിൽ. അതുകൊണ്ട് ഞാൻ ആ 4 ഡിജിറ്റ് പിൻ കൊടുത്ത് ഇതിന് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി എൻ്റെ പ്രൊഫൈലിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ നിങ്ങൾ നമ്പർ നോക്കാം, ഇവിടെ ലാസ്റ്റിൽ 737 ആണുള്ളത്. ഇനി നമ്മൾ ബാക്ക് പോകുന്നു. ബാക്ക് പോയതിന് ശേഷം ഇവിടെ നോക്കുക, ചെക്ക് ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെക്ക് ബാങ്ക് ബാലൻസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഏറ്റവും മുകളിലായിട്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഹൈഫൺ കൊടുത്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് കൊടുത്തിട്ടുണ്ട്, 3403. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ UPI പിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ UPI പിൻ കൊടുക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കാണിക്കത്തില്ല, കാരണം ഇത് സ്ക്രീൻ റെക്കോർഡിങ്ങിൽ UPI പിൻ കാണിക്കാറില്ല. ഞാൻ UPI പിൻ കൊടുത്തു കഴിഞ്ഞു. ഇവിടെ ബാലൻസ് കാണിക്കുന്നുണ്ട്, ബാങ്ക് ബാലൻസ് കാണിക്കുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ബാങ്ക് കാണിക്കുന്നുണ്ട്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. അതുപോലെ നിങ്ങൾ നേരത്തെ കണ്ടിരുന്ന ബാങ്ക് അക്കൗണ്ട് കാണിക്കുന്നുണ്ട്, 3403. അതിൻ്റെ താഴെയായിട്ട് അവൈലബിൾ ബാലൻസ് എന്ന് പറഞ്ഞ് ബാലൻസ് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡൺ കൊടുത്ത് പുറത്തു പോകുന്നു. അതിനുശേഷം നമ്മൾ ഈ അക്കൗണ്ടിനെ ലോഗ് ഔട്ട് ചെയ്യുന്നു. നമ്മൾ ഈ അക്കൗണ്ട് ലോഗ് ഔട്ട് ആയി കഴിഞ്ഞു. ഇവിടെ ഏറ്റവും താഴെ നോക്കിയാൽ യൂസ് എ ഡിഫറൻറ്റ് നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ യൂസ് എ ഡിഫറൻറ്റ് നമ്പറിൽ ക്ലിക്ക് ചെയ്യുന്നു. എൻ്റെ രണ്ടാമത്തെ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യുന്നു. രണ്ടാമത്തെ നമ്പറിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് നിങ്ങൾ നോക്കിയോ, 144 ആണ്. അപ്പോൾ ഇവിടെയും 4 ഡിജിറ്റ് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് കൊടുത്ത് ഞാൻ ലോഗിൻ ചെയ്യുന്നു. ഇനി ഈ അക്കൗണ്ടിലും നമുക്ക് ആദ്യം പ്രൊഫൈലിൽ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്പർ ഒന്ന് ചെക്ക് ചെയ്തോ നോക്കാം. ലാസ്റ്റിൽ 144 ആണ് കിടക്കുന്നത്. ഇനി നമ്മൾ ബാക്കി പോകുന്നു. ഇവിടെയും നമ്മൾ ചെക്ക് ബാങ്ക് ബാലൻസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കിയ അക്കൗണ്ട് സെയിം ആണ് കാണിക്കുന്നത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഹൈഫൺ കൊടുത്ത് 3403. എൻ്റെ അക്കൗണ്ട് നമ്പറിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്പറാണ് ഈ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന സെയിം അക്കൗണ്ട് തന്നെയാണ് ഈ നമ്പറുമായിട്ട് കണക്ട് ആയിട്ട് ഇവിടെ കിടക്കുന്നത്. ഇനി നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും ഇപ്പോൾ UPI പിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ UPI പിൻ കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, അവിടെ സ്ക്രീൻ റെക്കോർഡിംഗ് ഡിസേബിൾ ആണ്. അപ്പോൾ ഞാൻ UPI പിൻ കൊടുത്തു കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഷോ ചെയ്യുന്നുണ്ട്. ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് നോക്കാം. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് 3403. എൻ്റെ അക്കൗണ്ട് നമ്പറിന്റെ ലാസ്റ്റ് അതേ ഡിജിറ്റ് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ അക്കൗണ്ട് ബാലൻസും ഷോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 നമ്പറിൽ നിന്നും എനിക്ക് UPI ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഈ 2 നമ്പറും എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്ത് കിടക്കുകയാണ്. ഇത് എങ്ങനെ ചെയ്യുന്നു എന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു ടെക്നിക്കൽ എററാണ്. ഇത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ കൊടുത്തിരുന്നു. അവരെൻ്റെ പഴയ നമ്പർ മാറ്റിയിട്ട് പുതിയ നമ്പർ അവിടെ ചേഞ്ച് ചെയ്യുകയും ചെയ്തു. പക്ഷേ എന്തോ ഒരു ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് എൻ്റെ 2 നമ്പരും ഇപ്പോൾ പാരലായിട്ട് ആ ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്ത് കിടക്കുകയാണ്. മാത്രമല്ല ആ 2 ഫോൺ നമ്പറിൽ നിന്നും UPI എനേബിൾ ആയിട്ട് UPI ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് കിടക്കുന്നത്. ഞാനൊരു 10 പ്രാവശ്യത്തോളം ഈ ബാങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവരെല്ലാം എന്നെ ഇരുത്തി കാണിച്ചു അവരുടെ സിസ്റ്റത്തിൽ. ഇപ്പോൾ എൻ്റെ പുതിയ നമ്പറാണ് അവരുടെ സിസ്റ്റത്തിൽ കിടക്കുന്നത്. അത് ഞാൻ കാണുകയും ചെയ്തു. പക്ഷേ എന്തോ ഒരു പ്രശ്നം കൊണ്ട് എൻ്റെ പഴയ നമ്പർ ഇപ്പോഴും എനേബിളായി കിടക്കുകയാണ്. എനിവേ, ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഫൺ എന്ന രീതിയിലാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിനോട് എനിക്കുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഏത് രീതിയിൽ നിങ്ങൾക്ക് ഇതേ കണക്കാക്കാം. കാരണം എൻ്റെ അറിവനുസരിച്ച് നിങ്ങളുടെ ഒരു അക്കൗണ്ട് നമ്പറിൽ നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ലിങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അധികൃതരും ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രോബ്ലത്തിലുള്ള ഒരു സൊല്യൂഷൻ അവർ കണ്ടുപിടിക്കട്ടെ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.